കഥാസാഗരത്തിൽ അടുത്തത് തത്വദർശനം. ഡോക്ടർ ടി പി ശശികുമാറിന്റെ വാക്കുകളിലേക്ക് കാണാം. രാമാമൃത്. രാമായണത്തിൻ്റെ വ്യത്യസ്തമായ ചിന്തകളിലൂടെ പോകുമ്പോൾ ഹൈലി ദാർശനികമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള കുറേ ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും പലരിലും ഉണ്ടായിട്ടുണ്ട്. തുടക്കത്തിൽ പറയുന്ന മാ നിഷാദ, അരുത് കാട്ടാള എന്നാണ്. എങ്ങനെയാണ് മഹത്തരമായ ഒരു ഗ്രന്ഥം ഇതിഹാസ പുരാണങ്ങളിലും നമ്മുടെ വേദഗ്രന്ഥങ്ങൾ ഒരു ഉപന്യസിച്ച് ജനങ്ങൾക്ക് വേണ്ടി ഫലവത്തായി പറയുന്ന ഒരു ആധാര ഗ്രന്ഥത്തിൽ മാനിഷാദ എന്ന് പറയുന്ന അരുത് എന്നുള്ള, മാ എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള അർത്ഥത്തിൽ എങ്ങനെ പറയാം എന്ന് ചില ചിന്തകന്മാരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ന്യായം, അല്പം ചിലരെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒരു ന്യായം, മാ എന്നത് അമ്മ എന്നുള്ളതിൻ്റെ പൊരുളും അർത്ഥവും എന്ന തലത്തിൽ കാണുമ്പോൾ നിഷാദം എന്ന് പറയുന്ന നിഷാദൻ എന്ന വാക്കിന് പകരമായിട്ട് അറിവില്ലായ്മ, ഇരുട്ട്, ക്രൂരത എന്നുള്ള അർത്ഥത്തിലും ഉപയോഗിക്കാം എന്നാണ്. അങ്ങനെ ആ ക്രൂരതയിൽ നിന്ന് തുടങ്ങി ആ ക്രൂരം എന്നുള്ള അവസ്ഥ ആധാർമികമായിട്ടുള്ള സ്ഥിതിയാണെന്നും അക്രമങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന ജനങ്ങൾക്ക് ക്രമം പഠിപ്പിക്കുമ്പോൾ ധർമ്മം പഠിപ്പിക്കുന്നതിന് അമ്മയുടെ ഏറ്റവും വലിയ അനുഗ്രഹം വേണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഒരു കവി ചൊല്ലുന്നതാവാം എന്ന് ചിന്തിക്കുന്ന ചില രംഗങ്ങളൊക്കെ രാമായണത്തെ നമ്മൾ വ്യത്യസ്തമായി നോക്കിക്കാണുമ്പോൾ കാണാൻ സാധിക്കും. ക്രമമില്ലാത്തതിനൊക്കെ അക്രമം എന്നാണ് പറയുക. ധർമ്മം എന്ന് പറയുന്നത് ഒരു ജീവിത ക്രമം പറയുന്നതാണ്. ധാർമ്മികനായ പുരുഷോത്തമനായ രാമൻ്റെ കഥ പറയുമ്പോൾ എന്തിനാണ് ഒരു കിളിയുടെ ഒരു കൊലപാതകത്തിൽ നിന്ന് തുടങ്ങുന്നത്? അത് പാടില്ല എന്ന് പറയുന്നതിലെ ധാർമ്മികത എന്താണ്? കാരണം നിഷാദനായ കാട്ടാളനായ ഒരാൾ ഒരു കാട്ടാളനെ കാണുമ്പോൾ പാടില്ല എന്ന് പറയാൻ ഒരു അധാർമികത അവിടെ ഉണ്ട് എന്നാണ്. അതുകൊണ്ട് എഴുത്തുകാരനായി മാറിയത് ആ അധർമ്മത്തിൽ നിന്ന് ധർമ്മത്തിലേക്ക് അദ്ദേഹം മാറുമ്പോഴാണ്. അങ്ങനെ നാടകീയമായ രംഗങ്ങൾ വ്യത്യസ്തമായി അവതരിപ്പിച്ച വാൽമീകിയുടെ വലിയ കവന കൗതുക ചാതുര്യം പല രംഗങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രാമായണത്തിലെ അത്തരമൊരു ഫിലോസഫിക്കലായിട്ടുള്ള ചിന്ത എവിടെയാണെന്ന് വിചാരിച്ചാൽ, ഈ ഹനുമാൻ സഹായിച്ചിട്ട് ലങ്കാധിപതിയായ രാവണനെ വധിച്ച് തിരിച്ചു വരുന്ന ഹനുമാൻ രാമനെ കാണുന്ന സമയത്ത്, സാധാരണ എല്ലാവരും നമ്മൾ അന്യോന്യം ഹെൽപ്പ് ചെയ്യുന്ന സമയത്ത് തിരിച്ച് ഞാൻ അങ്ങയെ ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുന്നൊരു ന്യായം ഉണ്ടല്ലോ, ആ ന്യായം പറയുകയാണ്. എന്തായിരുന്നു ആ ന്യായം? ഹനുമാൻ സഹായിച്ചതിന് പ്രതിവിധിയായിട്ട് ഹനുമാനെ ഞാൻ സഹായിക്കാം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ മതി എന്നാണ് പറയേണ്ടത്. അങ്ങനെ ഒരു ഭഗവാൻ ഒരു ഭക്തനോട് നിനക്ക് പ്രശ്നമുണ്ടെങ്കിൽ വരണമെന്ന് പറയുമ്പോൾ ഒരു ഇൻഡയറക്റ്റ് മീനിങ് അതിനകത്തുണ്ട്. നീ പ്രശ്നമുള്ളവനായിട്ട് മാറട്ടെ എന്നാണ്. ഞാൻ സാധാരണ പറയാറുള്ളത്, ഒരു പോലീസുകാരൻ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് പറഞ്ഞു, ഒരു ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. ഞാൻ ചെയ്തതിന് പ്രത്യുപകാരം ചെയ്യണമെന്ന് പറയുമ്പോൾ ഇയാൾക്ക് പിന്നെയും അസുഖം ഉണ്ടാവണം എന്നുള്ളൊരു തോന്നലാണല്ലോ. അതുപോലെ ഭഗവാൻ അറിയാതെ ഹനുമാനോട് നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്ന് വാൽമീകി പറഞ്ഞ് നിർത്തുന്ന ഒരു നാടകീയമായ രംഗമുണ്ട്. അങ്ങനെ പറയരുത് എന്ന് തോന്നുന്ന വാൽമീകി രാമനോട് ആ ഡയലോഗ് അവിടെ കട്ട് ചെയ്തിട്ട് പറയുന്നൊരു ന്യായമുണ്ട്. നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി എന്നാണ്. പ്രത്യുപകാരം ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നൊരു വ്യക്തി മറ്റൊരാൾക്ക് വലിയ പ്രശ്നങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നരപ്രത്യുപകാരാർത്ഥി വിപത്തിം അഭികാംക്ഷതി എന്നാണ്. എത്ര വലിയ ചിന്തയാണ്, ഒരു നാടകീയമായ രംഗമാണ് രാമായണത്തിലുള്ളത് എന്ന് നമ്മൾ കാണണം. ഇങ്ങനെ പല സംഭവങ്ങളിലും നമ്മൾ ചിന്തിക്കുമ്പോൾ രാമനെ കാക്ഷിച്ചു വരുന്ന സ്ത്രീയോട് എൻ്റെ അടുത്ത് വേണ്ട, ലക്ഷ്മണൻ്റെ അടുത്ത് പോയിക്കോളൂ എന്ന് പറയുന്നതിന് പകരം രാമൻ വധിക്കുകയല്ല ചെയ്തിട്ടുള്ളത്. ആരുടെയൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കുമോ, അതിലെന്തൊക്കെ ധർമ്മങ്ങൾ ചെയ്യാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യണമെന്ന് പറയുകയാണ്. രാമായണത്തിലെ ഓരോ വാക്കുകളും എടുത്തിട്ട്, അയോധ്യയിലല്ല യുദ്ധം നടന്നിട്ടുള്ളത്, കാരണം യുദ്ധം നടക്കാൻ പറ്റാത്ത സ്ഥലമായതുകൊണ്ടാണ് അയോധ്യ എന്ന പേര് വന്നത്. അങ്ങനെ ഓരോ വാക്കുകളും എടുത്തു നോക്കുമ്പോൾ ദശരഥൻ എന്ന വ്യക്തിക്ക് 100 കണക്കിന് രഥങ്ങളുള്ള, 1000 കണക്കിന് രഥങ്ങളുള്ള ഏറ്റവും റിച്ചായിട്ടുള്ള ഈ ലോകത്ത് നമ്മൾ അറിയേണ്ടത്
ഒരു മകനെ വളർത്തണമെങ്കിൽ 10 രഥമുണ്ടായിട്ട് കാര്യമില്ല, ധർമ്മം പഠിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ്. ആ ധർമ്മം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വസിഷ്ഠനെ ഏർപ്പാടാക്കിയത്. സ്വന്തം ടീനേജ് ആയിട്ടുള്ള പുത്രനെ രാമനെ 10ാം ക്ലാസ് 12ാം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ ഇന്നത്തെ കുട്ടികൾക്ക് ഏറ്റവും നല്ല ഗൈഡൻസ് കൊടുക്കാൻ ധനമുണ്ടായിട്ട് കാര്യമില്ല, വിവരമുള്ള ഒരാളടുത്ത് പറഞ്ഞയക്കണമെന്ന് രാമായണത്തിലൂടെ നമ്മൾ കണ്ടുപഠിക്കണം. ആ ദശരഥനെ, ആ മഹാനായ വ്യക്തിയെ, ഒരച്ഛൻ എന്നുള്ള നിലയിൽ രാമനെ ഒരച്ഛൻ എന്തു ചെയ്യണമെന്ന് ഒരു ഗുരുവിനെ ഏൽപ്പിക്കാൻ, ഒരു മെൻഡറെ ഏൽപ്പിക്കാൻ തീരുമാനിച്ച ദശരഥൻ്റെ വലിയ കാഴ്ചപ്പാട്, അതാണ് യോഗവാസിഷ്ടം എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ ഏറ്റവും നല്ല സൈക്കോളജിക്കൽ ബുക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ വ്യത്യസ്തമായിട്ടുള്ള ചിന്തകൾ ഒരച്ഛൻ എങ്ങനെയാവണം എന്ന്, ഒരു കവി എങ്ങനെയാവണമെന്ന്, ഒരു കഥാകൃത്ത് എങ്ങനെയാവണമെന്ന്, ഏത് തരത്തിലുള്ള നാടകീയ രംഗങ്ങളാണ് മനുഷ്യൻ്റെ മനസ്സിലേക്ക് വ്യത്യസ്തമായ ചിന്തകൾ ഉയർത്താൻ സാധിക്കുക എന്ന്, ഒരു ബ്രദർ എങ്ങനെയാവണം, ലക്ഷ്മണൻ്റെ കഥകളൊക്കെ പറയുമ്പോൾ നമ്മൾ കാണും ഒരു ബ്രദർ എങ്ങനെയാവണം എന്നുള്ളത്. സീത പോയ വഴികളിലൂടെ കിട്ടുന്ന ഓരോ ആഭരണങ്ങളെടുത്ത് കാണിക്കുമ്പോഴും രാമൻ, സീത, ലക്ഷ്മണൻ, ഈ 3 ആളുടെ ക്യാരക്ടറിൽ എവിടെയാണ്, ഏത് സ്ഥലത്ത് നോക്കിയിട്ടാണ് ഒരു രാമൻ്റെ യങ്ങർ ബ്രദറായിട്ടുള്ള ലക്ഷ്മണൻ സീതയെ കാണുന്നത് എന്നാണ്. ആഭരണങ്ങളിൽ കങ്കണം കാണുന്നില്ല, മാല കാണുന്നില്ല, ബാക്കിയുള്ള ഒരു സംഭവവും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാതെ ലക്ഷ്മണൻ ആകെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പാദസ്വരങ്ങളാണ്. അപ്പോൾ സ്ഥിരമായിട്ട് കാലിൽ വീണ് നമസ്കരിക്കുന്ന സമയത്ത് ലക്ഷ്മണൻ കാണുന്നത് സീതയുടെ, തൻ്റെ ചേടത്തിയമ്മയുടെ കാൽപാദങ്ങളിൽ അണിഞ്ഞിട്ടുള്ള ആഭരണം മാത്രമാണെന്ന് പറയുമ്പോൾ ഒരു ബ്രദർ ആ എൽഡർ ബ്രദറിൻ്റെ വൈഫിനെ എങ്ങനെ നോക്കിക്കാണണം, സ്വന്തം മാതാവിനെ പോലെ നോക്കിക്കാണണം എന്ന് പഠിപ്പിക്കുന്ന ധർമ്മശാസ്ത്രം. നാടകീയമായ ഇത്തരം കുറേ രംഗങ്ങൾ രാമായണത്തെ സാധാരണഗതിയിലുള്ളൊരു കവിതയല്ലാതെ, ഒരു കഥ പറയുന്ന രംഗങ്ങളല്ലാതെ ലോകത്ത്, അതുകൊണ്ട് തന്നെയാണ് 12 ലക്ഷം 16 ലക്ഷം വർഷങ്ങൾ ഇടയിൽ പ്രായമുള്ള രാമായണം ഇന്നും പല ജനങ്ങളിൽ പല വിധത്തിലാണെങ്കിൽ പോലും നമ്മൾ ചൊല്ലി നടക്കുന്നതും ഇന്ന് ഈ ഒരു കുറച്ച് ദിവസങ്ങളിൽ കേരളത്തിൽ സ്ഥിരമായിട്ട് വായിക്കാൻ തീരുമാനിക്കുകയും അത് കഥയായിട്ടല്ല, കഥാപാത്രങ്ങളുടെ പ്രാധാന്യമല്ല, അതിനെ കവിഞ്ഞ് ഒരു ഫിലോസഫിക്കലായിട്ടുള്ള ധർമ്മശാസ്ത്രം നമ്മളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മഹാകവിയായ വാത്മീകിയുടെ ഒരു ചാതുര്യം, ഒരു ഏറ്റവും നല്ല ബുദ്ധിപരമായ ഫിലോസഫിക്കലായിട്ടുള്ള ചിന്തകൾ പല രംഗങ്ങളിലും കാണാൻ സാധിക്കുമ്പോൾ രാമായണത്തെ അത്യുത്കൃഷ്ടമായ ഒരു രംഗമായിട്ട് കാണാൻ സാധിക്കും. ഒരു കഥയായിട്ടല്ല, നമ്മുടെ മനസ്സിനെയൊക്കെ പ്രതിബിംബങ്ങളിലേക്ക് നമ്മൾ എല്ലാ ദിവസവും എങ്ങനെ പെരുമാറണം, ഏത് തരത്തിലാണ് ജീവിതത്തെ നോക്കിക്കാണേണ്ടത്, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വാക്കുകളിലൊക്കെ എത്ര ശ്രദ്ധയുണ്ടാവണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന വാത്മീകിയുടെ ഏറ്റവും നല്ല മാർഗങ്ങളിൽ നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ വ്യത്യസ്ത തലങ്ങളിൽ വായിക്കാൻ സാധിക്കണമെന്നുള്ളതാണ് എനിക്കിന്ന് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ശ്രീരാമസാഗരത്തിൽ നാളെ ശ്രീരാമന്റെയും സീതയുടെയും ലക്ഷ്മണന്റെയും വനയാത്രയും ഗുഹസംഗമവുമാണ്. നാളെ കാണാം. നന്ദി, നമസ്കാരം.